real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. മലബാർ ദേവസ്വം എംപ്ലോയീസ് യൂണിയൻ CITU പട്ടാമ്പി ഏരിയ സമ്മേളനം ഓങ്ങല്ലൂരിൽ സംഘടിപ്പിച്ചു. NV വിനയകുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഓങ്ങല്ലൂർ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് മലബാർ ദേവസ്വം എംപ്ലോയീസ് യൂണിയൻ CITU പട്ടാമ്പി ഏരിയ സമ്മേളനം സംഘടിപ്പിച്ചത്. രാവിലെ പതാക ഉയർത്തിയോടെ സമ്മേളനത്തിന് തുടക്കമായി. തുടർന്ന് നടന്ന സമ്മേളനം അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് NP വിനയകുമാർ ഉദ്ഘാടനം ചെയ്തു. 2003 മുതൽ മലബാർ ദേവസ്വം എംപ്ലോയീസ് യൂണിയൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന 5 കൊല്ലക്കാലമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന മലബാർ ദേവസ്വം ബോർഡ് നിലവിൽ വരണം എന്ന് തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെയാണ് 2008 മലബാർ ദേവസ്വം ബോർഡ് രൂപീകരിക്കുന്നത്. മലബാർ ദേവസ്വം ബോർഡ് രൂപീകരിച്ചപ്പോ 10,000-കണക്കിന് തൊഴിലാളികൾ സ്ഥിരം തൊഴിലില്ലാത്തവരാണ്, താൽക്കാലിക ജീവനക്കാരാണ്. ബോർഡിന്റെ മുമ്പിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ആവശ്യം അവരെ സ്ഥിരപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. ഓരോ ക്ഷേത്രങ്ങളിലും വർഷങ്ങളായി ജോലി ചെയ്യുന്ന ആളുകൾ, തുച്ഛമായ വേതനത്തിൽ ജോലി ചെയ്യുന്നവർ, അവരെ സ്ഥിരപ്പെടുത്താൻ വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചു. അന്ന് നമ്മുടെ യൂണിയന്റെ യോഗങ്ങളിലൊക്കെ ധാരാളം ആളുകൾ വന്നിരുന്നു. കാരണം ജോലി സ്ഥിരപ്പെടുത്തേണ്ട പ്രധാനപ്പെട്ട ആവശ്യമാണ്. ഇന്നിപ്പോ അങ്ങനെ കാണാനില്ല. അതിന് കാരണം എന്താ? ഇന്ന് സ്ഥിരപ്പെടാത്തവർ വളരെ കുറച്ചുപേരേ ഉള്ളൂ. ബാക്കി എല്ലാവരെയും സ്ഥിരപ്പെടുത്താനുള്ള നടപടി സ്വീകരിച്ചു. എന്നിട്ടോ അത് നിന്നോ? ആദ്യത്തെ ശമ്പള പരിഷ്കരണം 2009 പ്രാവർത്തികമായി. ശമ്പള പരിഷ്കരണം എന്ന് പറയുന്നത് ശമ്പളമേ കിട്ടാത്ത ആളുകൾക്കാണ് ശമ്പള പരിഷ്കരണം നടപ്പാക്കുന്നത്. ആലോചിച്ച് നോക്കൂ. ആദ്യത്തെ ശമ്പള പരിഷ്കരണം 2009 നടപ്പാക്കി. ജോലി ചെയ്യുന്ന ജീവനക്കാരന് ശമ്പളം കിട്ടാൻ അർഹതയുണ്ട്. ആ ശമ്പളത്തോടൊപ്പം ജീവിത വില സൂചികയുടെ ഭാഗമായി ക്ഷാമബത്ത, ഇത്ര ശതമാനം ക്ഷാമബത്ത കിട്ടാൻ അർഹതയുണ്ട്. ഏരിയ പ്രസിഡന്റ് EP ശിവശങ്കരൻ അധ്യക്ഷനായിരുന്നു. M രവീന്ദ്രൻ, TM അഷ്ടമൂർത്തി, MR ജയശങ്കർ, അനിൽ ആനക്കര, TV ഗിരീഷ്, PP വിജയൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്രങ്ങളിലെ ജീവനക്കാർക്ക് ശമ്പള പരിഷ്കരണം സമഗ്രമായി നടപ്പിലാക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു.